സുരേഷ് ഗോപിയുടെ ആ താമരക്കുമ്പിളിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം 30,000 പിന്നിട്ട് ലീഡ് എത്തിയിരിക്കുകയാണ്. ഈ ട്രെൻഡ് നമുക്ക് തൃശ്ശൂരിൻ്റെ തുടക്കം മുതൽ തന്നെ വോട്ടെണ്ണൽ പരിശോധിക്കുമ്പോൾ സുരേഷ് ഗോപി എല്ലാ മേഖലകളിലും മുന്നിലാണ്. തൃശ്ശൂരിൻ്റെ നഗര കേന്ദ്രീകൃത മേഖലകളിൽ, തൃശ്ശൂരിലെ മലയോര മേഖലകളിൽ, ഏറ്റവും ഒടുവിൽ തീരദേശ മേഖലകളിൽ പോലും വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്നതിലും അപ്പുറം അവിടെ നേരത്തെ പ്രതാപന് കിട്ടിയിരുന്ന വോട്ട് അത് സുനിൽകുമാറിലേക്കും കെ മുരളീധരനിലേക്കുമായി ഷിഫ്റ്റ് ചെയ്ത് രണ്ടുപേരിലേക്കുമായി വിഭജിച്ചു പോയപ്പോൾ സുരേഷ് ഗോപിക്ക് അത് വലിയ ഗുണം ചെയ്തിരിക്കുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു താമര വസന്തം സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിജയം, അതോടൊപ്പം തന്നെ BJP അവിടെ അവരുടെ എല്ലാ തരത്തിലുള്ള സംഘടനാ സംവിധാനവും കേന്ദ്രീകരിച്ച് ദേശീയ നേതൃത്വത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധ പതിഞ്ഞ മണ്ഡലമാണ് തൃശ്ശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം നൽകിയ ഒരു മണ്ഡലത്തിൽ അവിടെ വിജയിക്കുക എന്നതിലപ്പുറം മറ്റൊന്നും BJPയുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടായിരിക്കുമെന്നോ അതിലുപരി അവിടെ കോൺഗ്രസ് സ്വീകരിച്ച തന്ത്രങ്ങൾ പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കൊണ്ടുവന്നത് ഒരു തരത്തിലും ഗുണം ചെയ്തില്ല. കെ മുരളീധരനും അതോടൊപ്പം തന്നെ നേരത്തെ ലീഡർ കെ കരുണാകരനെ തോൽപ്പിച്ചതുപോലെ തന്നെ മകളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതുപോലെ മകളെ തൃശ്ശൂരിൻ്റെ കൂടി ഭാഗമായ മുകുന്ദപുരത്ത് തോൽപ്പിച്ചതുപോലെ ഇപ്പോൾ കെ മുരളീധരനും തൃശ്ശൂരിൽ തോൽവി ഏറ്റുവാങ്ങാനാണ് ഒരു രാഷ്ട്രീയ വിധി ഉണ്ടായിരിക്കുന്നത്. ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നു, തൃശ്ശൂരിൽ ലിബി സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി സുരേഷ് ഗോപി ഏകദേശം വിജയം ഉറപ്പിച്ചിരിക്കുന്നു. പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ മാറ്റം, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ്, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത കെ കരുണാകരന്റെ മകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുകുന്ദപുരത്ത് മത്സരിച്ച് ലോക്സഭയിലേക്ക് പരാജയപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. ആ പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ BJPയിൽ ചേക്കേറി ആ BJPയിലേക്കുള്ള ചേക്കേറൽ ഏതെങ്കിലും തരത്തിൽ തൃശ്ശൂരിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയോ? അക്കാര്യത്തിൽ നമുക്കിപ്പോൾ അത് കൂടുതൽ വിലയിരുത്തിയ ശേഷമേ പറയാൻ കഴിയൂ. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത് പ്രത്യക്ഷത്തിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തൃശ്ശൂരിലെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ പത്മജയ്ക്കൊപ്പം BJPയിലേക്ക് പോയിട്ടില്ല. പത്മജ അവിടെ പ്രചരണത്തിനിറങ്ങി എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു ചലനം പത്മജയ്ക്ക് അവിടെ ഉണ്ടാക്കാൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ പ്രധാന പ്രശ്നം സുരേഷ് ഗോപി ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഈ മുന്നണികളിലേക്ക് വരേണ്ട വോട്ടുകൾ, നേരത്തെ പ്രതാപന് ബൾക്കായി കിട്ടിയിരുന്ന വോട്ടുകൾ അത് രണ്ടുപേരിലേക്കുമായി സ്പ്ലിറ്റ് ചെയ്തു പോയതും ആയിരിക്കാം ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ഇത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ തൃശ്ശൂരിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. എന്തായാലും നമുക്ക് ഫലങ്ങൾ തന്നെയാണ് പരിശോധിക്കേണ്ടത്. തിരുവനന്തപുരത്ത് 5783